NDAയുടെ ശബരിമല സംരക്ഷണ രഥയാത്രയ്ക്ക് കാസർഗോഡ് ഉജ്ജ്വല തുടക്കം. വിശ്വാസികൾ ധർമ്മസമരത്തിലാണ്. വിശ്വാസികളുടെ വികാരത്തെ മാനിക്കാതെയുള്ള സർക്കാരിന്റെ ഈ പോക്ക് വലിയ രീതിയിലുള്ള അപകടം സർക്കാരിന് വിളിച്ചു വരുത്തുമെന്നും സർക്കാർ കനത്ത തിരിച്ചടി നേരിടുമെന്നും BJP നേതാക്കൾ ചടങ്ങിൽ പറഞ്ഞു. കാസർഗോഡ് മധൂർ ഗണപതി ക്ഷേത്രത്തിന് സമീപത്ത് നിന്നായിരുന്നു ശബരിമല സംരക്ഷണ രഥയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ജാഥ ലീഡർമാർക്ക് രഥയാത്രയുടെ ധർമ്മദണ്ഡ് കൈമാറിയത് യെദ്യൂരപ്പയാണ്. രാജ്യമൊട്ടാകെ ദീപാവലി ആഘോഷിക്കുന്ന വേളയിൽ കേരള ജനത വിശ്വാസ ആചാര സംരക്ഷണത്തിന് വേണ്ടിയുള്ള ധർമ്മ സമരത്തിലാണ്. ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കേരള ജനതയെ വഞ്ചിക്കുകയാണ്. ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും യെദ്യൂരപ്പ ആരോപിച്ചു. AKGയും നായനാറും ശ്രമിച്ചു പരാജയപ്പെട്ടിട്ട് പിണറായിക്ക് വിജയിക്കാനാവില്ലെന്നും CPMന് ഇപ്പോൾ വിഷാദ രോഗം ബാധിച്ചിരിക്കുകയാണെന്നും PS ശ്രീധരൻ പിള്ള അഭിപ്രായപ്പെട്ടു. BJP നേതാവ് O രാജഗോപാലൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. BJP ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ്, സ്വാമി പരിപൂർണാനന്ദ, തുഷാർ വെള്ളാപ്പള്ളി, കർണാടക MP നളിൽ കുമാർ കട്ടീൽ, കർണാടകയിലെ MLAമാർ, മറ്റ് NDA നേതാക്കൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത് സ്വാഗതം പറഞ്ഞു. സർക്കാർ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടുപിടിച്ച് BJPയാണ് ശബരിമലയിൽ കലാപമുണ്ടാക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുവെന്ന് BJP നേതാക്കൾ ചടങ്ങിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.